Welcome back to my channel, English Grammar Teaching and Learning. Today let us come to the last part of the story. A very old man with enormous wings. Before that, we have to study one question, fifth question and its answer. Okay. നമ്മൾ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. Why did Pelayo arm himself with a club? ക്ലബ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് എന്നാണ്. എന്തുകൊണ്ടാണ് പെലയോ ക്ലബ് ആ സ്റ്റിക്ക് കയ്യിൽ കരുതിയത്? പെലയോ ആംഡ് ഹിംസെൽഫ് വിത്ത് ഹിസ് ക്ലബ് ബിക്കോസ് ഓഫ് ഹിസ് ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി. ബിക്കോസ് ഓഫ് ഹിസ് ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി, അയാളുടെ ഭയവും അതുപോലെ തന്നെ അനിശ്ചിതത്വവും. ഹി ഈസ് അണ്ടർസ്റ്റാൻഡബിളി ഫ്രൈറ്റൻഡ് ആൻഡ് ബിവിൽഡ് ബൈ ദി സ്ട്രേഞ്ച് ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ ബീയിങ്. അപ്പോൾ വിവരിക്കാൻ കഴിയാത്ത രീതിയിൽ, ഇൻഎക്സ്പ്ലിക്കബിൾ മീൻസ് കനോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, അതിനെക്കുറിച്ച് പൂർണ്ണമായി വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ജീവിയാണ്. ബിവിൽഡ് ബൈ ദിസ് സ്ട്രേഞ്ച് ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ ബീയിങ്. വിചിത്രമായ, ആരെയും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ജീവിയായിട്ടാണ് പെലയോയ്ക്ക് ഫീൽ ചെയ്തത്. ഹി ഈസ് അണ്ടർസ്റ്റാൻഡബിളി ഫ്രൈറ്റൻഡ് ആൻഡ് ബിവിൽഡ് ബൈ ദിസ് സ്ട്രേഞ്ച് ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ ബീയിങ്. ദി ക്ലബ് സെർവ്സ് ആസ് എ ബേസിക് ടൂൾ ഫോർ സെൽഫ് ഡിഫെൻസ് അഗൻസ്റ്റ് ദി അൺനോൺ. അറിയപ്പെടാത്ത ഒരാൾ ആക്രമിക്കാൻ വന്നാൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയാണ് അയാൾ ഈ ക്ലബ് അല്ലെങ്കിൽ സ്റ്റിക്ക് കയ്യിൽ കരുതിയത്. The club serves as a basic tool for self-defense against the unknown. He doesn't understand what the old man is. ആ പ്രായം ചെന്ന മനുഷ്യൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിവില്ല. Or what his intention might be. അയാളുടെ ലക്ഷ്യം എന്തായിരിക്കും എന്നതിനെ കുറിച്ചും ഉറപ്പില്ല. So the club is a sense of security. അത് വടി കയ്യിലിരിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധം സ്വയം ഉണ്ടാകുന്നു. ആക്രമിക്കാൻ വന്നാൽ എൻ്റെ കയ്യിൽ ഈ വടി ഉണ്ടല്ലോ എന്നുള്ള ഒരു സ്വയം രക്ഷ അല്ലെങ്കിൽ ഒരു ബോധം, സംരക്ഷണ ബോധം, സുരക്ഷിത ബോധം അയാളിൽ കാണാൻ പറ്റുന്നു. അതിനുവേണ്ടിയാണ്, ആ സുരക്ഷിത ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്വയം രക്ഷപ്പെടാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് വടി കയ്യിലെടുത്തിരിക്കുന്നത്. വൺസ് അഗെയിൻ, വൈ ഡിഡ് പെലയോ ആം ഹിംസെൽഫ് വിത്ത് എ ക്ലബ്? പെലയോ ആംഡ് ഹിംസെൽഫ് വിത്ത് ഹിസ് ക്ലബ് ബിക്കോസ് ഓഫ് ഹിസ് ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി. അതാണ് രണ്ട് കാരണങ്ങൾ, അയാളുടെ ഭയവും അതുപോലെ തന്നെ അനിശ്ചിതത്വവും. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു മുൻധാരണയില്ല. ഹി ഈസ് അണ്ടർസ്റ്റാൻഡബിളി ഫ്രൈറ്റൻഡ് ആൻഡ് ബിവിൽഡ് ബൈ ദിസ് സ്ട്രേഞ്ച് ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ ബീയിങ്. ഈ വിചിത്രമായ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിചിത്രമായ ഈ ബിവിൽഡ്, വിചിത്രമായ ഭയപ്പെടുത്തുന്ന ഈ വസ്തു, അല്ലെങ്കിൽ ഇയാൾ ആരാണ് എന്നുള്ളതാണ് അവിടെ അൺസർട്ടനിറ്റിയും ഫിയറും നൽകുന്നത്. ഇനി ക്ലബിന്റെ ധർമ്മം എന്താ? ദി ക്ലബ് സെർവ്സ് ആസ് എ ബേസിക് ടൂൾ ഫോർ സെൽഫ് ഡിഫെൻസ് അഗൻസ്റ്റ് ദി അൺനോൺ. ഹി ഡസന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദി ഓൾഡ് മാൻ ഈസ് ഓർ വാട്ട് ഹിസ് ഇന്റൻഷൻ മൈറ്റ് ബി. സോ ദി ക്ലബ് ഈസ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് മൈ എക്സ്പ്ലനേഷൻ ഓഫ് ദിസ് questions answer. Come to the last part of our story, a very old man with enormous wings. നമുക്ക് ആ കഥയുടെ അവസാന ഭാഗത്തേക്ക് പോകാം. One morning, Elisenda was cutting some bunches of onions for lunch when a window blew into the kitchen. ഒരു പ്രഭാതത്തിൽ എലിസണ്ട ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കട്ടിങ് സം ബഞ്ചസ് ഓഫ് ഒനിയൻസ്, ഉള്ളി അരിഞ്ഞിങ്ങനെ കൂട്ടുന്നു. ഫോർ ലഞ്ചിന് വേണ്ടി. വെൻ എ വിൻഡോ ബ്ലൂ ഇൻ ടു ദി കിച്ചൺ, അപ്പോഴേക്കും കാറ്റത്ത് ഒരു ജനൽപ്പാളി വന്ന് അടഞ്ഞു. ദെൻ ഷീ വെൻ ടു ദി വിൻഡോ ആൻഡ് ഫൗണ്ട് ദി ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് ഫ്ലൈറ്റ്. അങ്ങനെ കഥവ് വന്നടഞ്ഞപ്പോൾ അത് തുറന്നപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് നോക്കുമല്ലോ. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ദെൻ ഷീ വെൻ ടു ദി വിൻഡോ ആൻഡ് ഫൗണ്ട് ദി ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് ഫ്ലൈറ്റ്. പറക്കാനുള്ള ആദ്യത്തെ ശ്രമം നടത്തുന്നു ആര്? നമ്മുടെ ഏഞ്ചൽ. ദീസ് വെയർ സോ ക്ലംസി. ഇത് വളരെ വിചിത്രമായി തോന്നി. ദാറ്റ് ഹി വാസ് ഓൺ ദി പോയിന്റ് ഓഫ്
knocking the shed down as he couldn't get up a grip on the air. ഇതിങ്ങനെ പലപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു. There were so clumsy. അത് വളരെ വിചിത്രമായിരുന്നു. That he was on the point of knocking the shed down. ആ ഷെഡ് എന്ത് ചെയ്യുന്നു? മുട്ടി ഇടിച്ചിടാൻ ശ്രമിക്കുന്നു. He couldn't get a grip on the air. ഇങ്ങനെ ഉയരാൻ ശ്രമിച്ച് മുകളിലേക്ക് ഉയരുന്നു, താഴോട്ട് വീഴുന്നു. അപ്പോൾ എയറിൽ ഒരു പിടുത്തവും ഇല്ല. But then he did manage to gain altitude. അപ്പോൾ ഉയരത്തിലേക്ക് അല്ലെങ്കിൽ ഉയർന്നു നിൽക്കാനുള്ള ഒരു ശ്രമത്തിൽ വിജയിച്ചു, മാനേജ് ചെയ്തു. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ. ഇത് കണ്ടപ്പോൾ എലിസണ്ട ഒരു നെടുവീർപ്പിട്ടു. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ, ഒരു ദീർഘശ്വാസം. എന്തിൻ്റെ? ഓഫ് റിലീഫ്, ഒരു ആശ്വാസത്തിൻ്റെ. ഈ ജീവി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ആശ്വാസം. ഒപ്പം നമ്മളും. ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം. അതാണ് രക്ഷപ്പെടുന്ന ആരൊക്കെയാണ്? ആ ജന്തു അല്ലെങ്കിൽ എനോർമസ് വിങ്ഡ് മാൻ, ദാറ്റ് ഓൾഡ് മാൻ. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്, ആശ്വാസത്തിൻ്റെ ഒരു ദീർഘനിശ്വാസം. ഫോർ ഹിംസെൽഫ് ആൻഡ് ഫോർ ഹിം, രണ്ടുപേർക്കുണ്ടായി. ആർക്കൊക്കെ? എലിസണ്ടയ്ക്കും അതുപോലെ തന്നെ കലായക്കും. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദി ലാസ്റ്റ് ഹൗസസ്, അവസാനമായി എത്തിച്ചേർന്ന ഇവിടെ നിന്ന് പുറപ്പെടുന്നു. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദി ലാസ്റ്റ് ഹൗസസ്, he was holding himself up in some way with the risky flapping of a senile vulture. Senile means old vulture. വാർദ്ധക്യം ബാധിച്ച വാർദ്ധക്യ സജ്ജമായ ഒരു വൾച്ചർ എങ്ങനെയാണോ ചിറകടിക്കുന്നത്? റിസ്കി ഫ്ലാപ്പിംഗ്, മുകളിലേക്ക് പറന്നു വരാൻ വളരെ ബുദ്ധിമുട്ടുന്നു. യു ക്യാൻ സീ ദി പിക്ചർ ഓഫ് ദാറ്റ്. ആ പടം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. He was holding himself up in some way with the risky flapping of a senile vulture. അപ്പോൾ ഒരു പടുവൃദ്ധനായ ഒരു വൾച്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു കഴുകൻ്റെ ഒരവസ്ഥ. അത് ചിറകെല്ലാം കൊഴിഞ്ഞ് അവസാനം കിളിച്ചു വന്ന് അങ്ങനെ മുകളിലേക്ക് സ്വയം പറന്നു വരാൻ ശ്രമിക്കുന്ന ഒരു ജന്തുവിൻ്റെ അവസ്ഥ. She kept watching him even when she was through cutting the onions. ഇവള് കൺമുന്നിൽ നിന്നും മറയുന്നത് വരെയും ഉള്ളി അരിയുകയും ചെയ്യുന്നു, ഇതിനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. She kept watching him, kept on watching him even when she was through cutting the onions. ഉള്ളി അരിയുന്നതിലൂടെ ആ സമയത്തെ when or while she was cutting the onion and also watching this old man. She kept on watching until it was no longer possible for her to see him. അതാണ് കൺമുമ്പിൽ നിന്നും മറയുന്നത് വരെയും നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്. അങ്ങനെ നോക്കത്താ ദൂരം വരെ അല്ലെങ്കിൽ ഇതിനെ കാണാൻ കഴിയാത്ത അവസ്ഥ എത്തുന്നത് വരെയും she kept on watching until it was no longer possible for her to see him. വീണ്ടും ഇയാളെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുന്നവരെയും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. He was no longer an annoyance in her life. He was no longer, പിന്നെ ഒരിക്കലും അദ്ദേഹം ഒരു ശല്യപ്പെടുത്തൽ അല്ലെങ്കിൽ ശല്യക്കാരനായി തീർന്നിട്ടില്ല അവളുടെ ജീവിതത്തിൽ, her life, but an imaginary dot on the horizon of the sea. അതെന്ത് മാത്രമായി മാറി? ഒരു സാങ്കല്പികമായ കുത്ത്, ഇമാജിനറി ഡോട്ട്, സാങ്കല്പികമായ ഒരു കുത്ത്. ഓൺ ദി ഹൊറൈസൺ, എവിടെ? ചക്രവാള സീമയിൽ. ഓഫ് ദി സീ, സമുദ്രത്തിൻ്റെ അങ്ങേയറ്റത്ത് നമുക്ക് ചക്രവാളം കാണാം. ആ ചക്രവാള സീമയിലെ ഒരു കുത്തായിട്ട്, ഒരു ഡോട്ടായിട്ട് മാത്രമേ പിന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട്, സാങ്കല്പികമായ ഒരു കുത്ത്, ഒരടയാളം, ഒരു പൊട്ട്. പടിഞ്ഞാറേ ചക്രവാളത്തിലെ ഒരു പൊട്ടായിട്ട് മാത്രമേ പിന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഒരു ശല്യപ്പെടുത്തൽക്കാരനായിട്ട് എന്ന് പറഞ്ഞാൽ അത് അവളുടെ ഹൃദയത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായി മാറി. Once again, I am going to read the same. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. Then she went to the window and found the angel in his first attempts at flight. These were so clumsy that he was on the point of knocking the shed down
as he couldn't get a grip on the air. But then he did manage to gain altitude. Elisandra let out a sigh of relief for herself and for him. When she watched him pass over the last houses, he was holding himself up in some way with the risky flapping of a senile vulture. Flapping means ചിറകടിച്ച് അതും പ്രയാസപ്പെട്ട്. She kept watching him even when she was through cutting the onions. She kept on watching until it was no longer possible for her to see him. He was no longer an annoyance in her life, but an imaginary dot on the horizon of the sea. Thus, we have finished the first short story of your first unit, Trials and Triumph. അങ്ങനെ നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റ്, അതിലെ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറിയായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇതുമായി വരുന്ന തീംസ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബാക്കിയും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഷോർട്ട് സ്റ്റോറി പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ഹാവ് ടു കമൻറ്റ് ഇൻ മൈ കമൻറ്റ് ബോക്സ്. So please share, subscribe and support me. Thank you so much.